ഹായ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. നമുക്ക് തിരിച്ചു കിട്ടുന്ന എക്സ്റ്റെൻഷൻസ്, ബ്രൈറ്റ്സിൻ്റെ അടുത്ത് തിരിച്ചു കിട്ടുന്ന എക്സ്റ്റെൻഷൻസ് മൊത്തത്തിൽ ടാങ്കിൾസ് പിടിച്ചിട്ട് ഒരുമാതിരി നമുക്ക് വലിച്ചെറിയാൻ തോന്നുന്ന അവസ്ഥയിലായിരിക്കും. സോ നമുക്ക് ആ ടാങ്കിൾസ് റിമൂവ് ചെയ്യാനുള്ള ഈസി വേ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ ടാങ്കിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ഓരോ ഹെയറിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിലൊരു സെക്ഷൻ എടുത്തിട്ട് അതിൽ ഓരോ ഹെയറായിട്ടും ഇങ്ങനെ റിമൂവ് ചെയ്ത് വരിക. ഇറ്റ്സ് ടേക്ക് ടൈം. ഓക്കെ, എന്നാൽ ഇത് റിമൂവ് ചെയ്ത് ഇതാണ് ഏറ്റവും ഈസി വേ. അതേസമയം നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് ഇട്ടിട്ട് നല്ലപോലെ കോംബ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ടാങ്കിൾസ് ആവുകയും അതുപോലെ തന്നെ അത് റിമൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു പിടി മാത്രം എടുത്തിട്ട് നല്ലപോലെ ഇതുപോലെ ഓരോ സ്ട്രിപ്പായിട്ട് ഇങ്ങനെ എടുത്ത് റിമൂവ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈസിയാണ് നമുക്ക് റിമൂവ് ചെയ്യാൻ. ഓക്കെ, നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നല്ലപോലെ ഉള്ളിലിട്ടിട്ട് വലിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റിമൂവ് ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ റിമൂവ് ആയിട്ട് വരുന്ന ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് സിറം അപ്ലൈ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സിറം നല്ലപോലെ നമ്മുടെ കയ്യിലൊരു 2 ഡ്രോപ്സ് എടുത്തിട്ട് നല്ലപോലെ ഫുള്ള് ഹാൻഡ് റബ്ബ് ചെയ്തിട്ട് ആ ഹെയറിൽ നമ്മളെടുത്ത ആ സ്ട്രിപ്പായിട്ടുള്ള ഹെയറിൽ ഫുള്ളി നല്ലപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട്, ഓക്കെ, ഫ്ലാറ്റ് കോംബ് എടുത്തിട്ട് നമ്മളുടെ ടാങ്കിൾസ് റിമൂവ് ചെയ്യുന്ന കോംബ് എടുത്തിട്ട് ചെയ്യുമ്പോൾ അതിൽ ബാലൻസ് ഉള്ള ടാങ്കിൾസും കൂടി അതിലൂടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഒത്തിരി മുടി നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഫ്ലാറ്റ് കോംബ് വെച്ച് ചെയ്യുമ്പോൾ ഒത്തിരി ആ ഹെയർ തന്നെ അതിൽ നിന്ന് തന്നെ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. സോ അത് നമുക്കത് മെറ്റീരിയലിനെ ഒന്നും കൂടി ഡാമേജ് ആക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മെറ്റീരിയൽ ഡാമേജും ആവുന്നില്ല, അതേസമയം അത് ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇതുപോലെ ഫിംഗർ വെച്ചിട്ട് റോൾ ചെയ്യുക. നമുക്ക് കേളി എക്സ്റ്റൻഷൻ ആണെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് നമ്മുടെ സെക്ഷൻ ക്ലിപ്പ് ഉണ്ടാവുമല്ലോ, സെക്ഷൻ ക്ലിപ്പ് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. രണ്ട് സൈഡിലൊക്കെ കണ്ടില്ലേ, അതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് ഓർ 20 മിനിറ്റ്സ് അങ്ങനെ തന്നെ നമ്മൾ ആ ഹെയറിനെ വിടുക. അപ്പോൾ നമുക്ക് ആ നോർമലി എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിന് അത്രയ്ക്ക് നല്ല എക്സ്റ്റൻഷൻസ് ഒക്കെ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അതേ ക്വാളിറ്റി തന്നെ തിരിച്ച് കിട്ടും. അല്ലെങ്കിൽ സെമി ലെവലിലെങ്കിലും നമുക്ക് ആ എക്സ്റ്റൻഷൻ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ആഫ്റ്റർ ടാങ്കിൾസ് എല്ലാം റിമൂവ് ചെയ്തിട്ട് അതേ സെയിം കേളി തന്നെ ഉള്ള എക്സ്റ്റൻഷനാണ് ഇത്. അപ്പോൾ ഓക്കെ, ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം.